ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു വഴുതനങ്ങ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2 വഴുതനങ്ങയാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നൈസായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇതേപോലെ അരിഞ്ഞെടുത്തിരിക്കണം. കണ്ടോ? അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോയാലോ. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. അപ്പോൾ അളവ് കുറയ്ക്കണം, മുളക് പൊടിയുടെ അളവ് കുറച്ചിരിക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കായപ്പൊടി വേണമെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇതിലൂടെ വേണമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ അരിമാവും കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 മുറി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് എത്ര വഴുതനങ്ങ എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് ഈ മുളക് പൊടിയുടെ എല്ലാത്തിൻ്റെയും അളവ് കൂട്ടാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇത്രയേ എടുക്കുന്നുള്ളൂ. കണ്ടോ, ഒരുപാട് വെള്ളമായാൽ ഈ വഴുതനങ്ങയിൽ പിടിക്കത്തില്ല. കണ്ടോ, ഇത്രയേ ആവാവൂ. ഇനി നമുക്ക് വഴുതനങ്ങ മിക്സ് ചെയ്തെടുക്കാം, അരപ്പ് ചേർത്ത് തേച്ചെടുക്കാം. 15 മിനിറ്റ് വേണമെങ്കിൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. പെട്ടെന്ന് നമുക്ക് ഇത് പൊരിച്ചെടുക്കുകയാണ്. കണ്ടോ, ഇത് ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് മീനൊന്നും ഇല്ലെങ്കിൽ ഇതും ഒന്ന് പൊരിച്ചെടുത്ത് ചമ്മന്തി രസവും കൂടെ ആയ അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കണം. ഇനി ഞാനൊരു ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ദോശക്കല്ല് ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണയൊഴിച്ച് അതിലേക്ക് ഈ വഴുതനങ്ങ ഞാൻ എടുത്തിട്ട് കൊടുക്കുകയാണ്. അത് ഇരുമ്പേട്ടിലോ നോൺ സ്റ്റിക്കിലോ അപ്പച്ചട്ടിയിലോ എന്ത് വേണമെങ്കിലും നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. ഇനി അല്പം ഒരു സ്ഥലവും കൂടെ ഞാൻ ഇപ്പോൾ ഒരു വഴുതനങ്ങയും കൂടെ ഒരു കഷ്ണം അതിലോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളാരും പുതിയ ആൾക്കാരും കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യണ്ട. സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. ചിലപ്പോൾ കൈ പൊള്ളിപ്പോവും. നമ്മളൊക്കെ ഇങ്ങനെ പൊരിച്ച് നമ്മുടെ കൈയൊക്കെ പൊള്ളലൊന്നും ഏക്കത്തില്ല ഇപ്പം, സത്യം പറഞ്ഞാൽ. കണ്ടോ, ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. കണ്ടോ, അരപ്പ് പിടിച്ചിരിക്കുന്നത് കണ്ടോ? ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. എന്നാ ടേസ്റ്റ് എന്നറിയാമോ ഇത്? നൈസായപ്പോഴത്തേക്ക് സ്പൂണിലൊന്നും കയറി വരുന്നില്ല, അത്രയ്ക്ക് ഇത് പാട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.